കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ലോട്ടറി വിൽപ്പനയിലുണ്ടായത് വൻ വർധന. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിലാണ് സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽപ്പനയിൽ 5654 കോടി രൂപയുടെ ഇരട്ടി വർധനവ് രേഖപ്പെടുത്തിയത്. 324 കോടി കാരുണ്യ പദ്ധതിക്ക് കൈമാറി നിരവധി പേർക്ക് ആശ്വാസമേകി. 2021 മുതൽ 2026 വരെയുള്ള LDF സർക്കാരിന്റെ കാലയളവിൽ ലോട്ടറി വിൽപ്പനയിൽ വലിയ കുതിപ്പാണുണ്ടായത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൽ 5654 കോടി രൂപയുടെ ലാഭമാണ് സർക്കാരിലേക്ക് എത്തിയത്. കാക്കനാട് സ്വദേശി രാജു വാഴക്കാല സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയിൽ ഭാഗ്യക്കുറി ഡയറക്ടറേറ്റ് നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് ലോട്ടറി വിഭാഗം നൽകുന്നൊരു സംഭാവന വളരെ വലുതാണ്. കഴിഞ്ഞ 5 വർഷത്തിന്റെ ലോട്ടറി വകുപ്പിൽ നിന്നും കിട്ടിയ വരുമാനം സംസ്ഥാന സർക്കാരിന് വളരെ മുതൽക്കൂട്ടാണ്. 5654 കോടി രൂപയാണ് മിച്ചമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് കൊടുത്തത്. 2021 മുതൽ ഓരോ വർഷം പിന്നിടുമ്പോഴും ലോട്ടറി വിൽപ്പനയിൽ വലിയ വർധനവാണ് ഉണ്ടായതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2022 559 കോടിയായിരുന്നു ലോട്ടറി ലാഭമെങ്കിൽ 2023 അത് 1108 കോടിയായും 2024 1203 കോടിയായും ഉയർന്നു. 2025 എത്തിയപ്പോഴേക്കും അത് 1774 കോടിയായി ഇരട്ടിച്ചു. ഓണം വിഷു ബമ്പറുകളിൽ നിന്നുള്ള വരുമാനത്തിലും വലിയ വർധനയാണ് ഇക്കാലയളവുകളിൽ രേഖപ്പെടുത്തിയത്. നിർധനരായ ആയിരക്കണക്കിന് രോഗികൾക്കും ലോട്ടറി ആശ്വാസമേകി. കാരുണ്യ ചികിത്സാ നിധിയിലേക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ 324 കോടി രൂപയാണ് കൈമാറിയത്. രേഖകൾ സമർപ്പിച്ച ടിക്കറ്റുകൾക്ക് മുഴുവൻ സമ്മാന വിതരണവും ഇക്കാലയളവിൽ കൃത്യമായി നടപ്പാക്കിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.